ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വാലൻറ്റൈൻസ് ഡേ. അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വാലൻറ്റൈൻസ് ഡേ എങ്ങനെ പോയി എന്നൊന്ന് കാണാം. സത്യത്തിൽ നമ്മൾ ഫെബ്രുവരി 13 അങ്ങ് അടിച്ചു പൊളിച്ചു. 14 ആൾക്ക് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഓഫായിരുന്നു. അപ്പോൾ നിങ്ങൾ 13 ഈവനിങ് ആ ഒരു ഡേ നമ്മളങ്ങ് സ്പെൻഡ് ചെയ്യാമെന്ന് ഓർത്തു. അപ്പം ഞങ്ങൾ എണീറ്റപ്പോൾ തന്നെ ഉച്ചയാവാറായി, ഒരു 10-11 മണിയായി. കാരണം ഉറങ്ങിയത് നമ്മൾ ഏർലി മോർണിംഗ് എന്തോ ആണ്. നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്കങ്ങനെ കറക്റ്റായിട്ട് ഉറക്കം കിട്ടില്ല. നൈറ്റ് ഫുള്ള് ഇടയ്ക്ക് എണീക്കും, ചിലപ്പോൾ എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രാവിലെ ആയിരിക്കും വീണ്ടും ഒന്നും കൂടെ ഒന്ന് കിടന്നുറങ്ങുന്നത്. ഇപ്പം നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നവരുടെ ഒരു ബുദ്ധിമുട്ടാണ് അത്. നമുക്ക് കണ്ടിന്യൂസ് നൈറ്റ് ഫുൾ അങ്ങനെ ഉറക്കമൊന്നും കിട്ടൂല. കാരണം നമ്മൾ ഒബ്വിയസ്ലി നൈറ്റാണല്ലോ എണീറ്റിരിക്കുന്നത്. അപ്പം അതനുസരിച്ച് നമ്മുടെ റുട്ടീനൊക്കെ എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഞങ്ങളൊരു 10-11 മണിയായി എണീറ്റു. അപ്പം ഞാൻ ചിയാ സീഡ് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ റീഫില്ല് ചെയ്ത് ഇങ്ങനെ ഇടയ്ക്ക് കുടിക്കും. ഇത് ചിയാ സീഡ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ ഞാനത് ഇങ്ങനെ കുടിക്കാൻ തുടങ്ങിയിട്ട്. എപ്പോഴും അത് വിട്ടുപോകും. നമ്മൾ പെട്ടെന്ന് ദാഹിക്കുമ്പോൾ എന്തെങ്കിലും വെള്ളം എടുത്തും കുടിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയാൻ, നമുക്ക് ജസ്റ്റ് ഒരു റൂമല്ലേ ഉള്ളൂ. ഒരു റൂമും നമുക്ക് പ്രൈവറ്റായിട്ട് നമ്മുടെ ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ കിച്ചൺ വരുന്നത് ഷെയറിങ് ആണ്. അല്ലാണ്ട് നമുക്ക് നമ്മുടേതായ ഒരു സ്പേസോ അല്ലെങ്കിൽ ഒരു ചെന്തിരിക്കാൻ പറ്റുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഏരിയ അതൊക്കെ ഭയങ്കര കുറവാണ് ഇവിടെ. അങ്ങനെ ഒരു സ്പേസേ ഇല്ല. അപ്പോൾ വീടെടുത്തൊക്കെ നിൽക്കുന്നവർക്കാണെങ്കിൽ കുറച്ചും കൂടെ സൗകര്യമായിരിക്കും. നമ്മൾ നേരത്തെ വീട്ടിലാണ് നിന്നത്, അത് അടിപൊളിയായിരുന്നു. കാരണം നമുക്ക് കുറച്ചും കൂടെ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ, നമുക്കൊന്ന് ഇരിക്കാനോ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും ഒന്ന് ട്രീറ്റ് ചെയ്യാനൊക്കെ. ഇതിവിടെ ഇപ്പം അങ്ങനെ ഒന്നുമില്ല. അപ്പം ഞാൻ ബ്രഷ് ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് സ്കിൻ കെയർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇവിടെ തണുപ്പൊക്കെ ആയതുകൊണ്ട് നമ്മുടെ സ്കിൻ പെട്ടെന്ന് ഡ്രൈ ആകും. സോ എന്തെങ്കിലും ഒരു സെറം തേക്കും, അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ഇടും. മോയ്സ്ചറൈസർ മിക്കവാറും ഇടും, കാരണം നമ്മുടെ സ്കിൻ അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയി പോവും. ഇപ്പോൾ ഫേസ് മാത്രമല്ല, കൈയും കാലും എല്ലാം മോയ്സ്ചറൈസർ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തേക്കണം. അല്ലെങ്കിൽ കുളി കഴിഞ്ഞിട്ട് നന്നായിട്ട് തേച്ചിട്ട് വേണം നമ്മൾ ഉറങ്ങാനൊക്കെ. അങ്ങനെ പിന്നെ ഞാനൊരു ലിപ് ബാം ഇട്ടു. അത് കഴിഞ്ഞിട്ടൊരു ലിപ് ഗ്ലോസും കൂടി ഇടും. ചുണ്ടും ഭയങ്കര ഡ്രൈ ആവും. ഡ്രൈ ആയിട്ട് ഇങ്ങനെ സ്കിൻ എപ്പോഴും ഇങ്ങനെ പീൽ ചെയ്ത് പൊക്കോണ്ടിരിക്കും. സോ അങ്ങനെയൊക്കെ. അപ്പോൾ സമയത്രയായ കാരണം നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ബ്രഞ്ച് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഉച്ചക്കത്തെയും രാവിലത്തെയും കൂടെ കൂട്ടി എന്തെങ്കിലും ഫുഡ് കഴിക്കണം. ബീഫ് കറി ഇരിപ്പുണ്ട് കഴിഞ്ഞ ദിവസത്തെ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ കേരള ഷോപ്പിൽ പോയപ്പോൾ ഗോതമ്പ് പൊടി മേടിച്ചായിരുന്നു. അപ്പോൾ ഗോതമ്പ് ദോശയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് ഓർത്തു. പിന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണം. പ്രത്യേകിച്ചൊന്നും മേടിക്കാനൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോകാമെന്നൊക്കെ ഓർത്തിങ്ങനെ ഇരിക്കുന്നു. പിന്നെന്താ, അങ്ങനെ ഞാൻ പതുക്കെ സെറ്റായി ഇനി കിച്ചണിലോട്ട് പോവുകയാണ്. കൂടെ വരെ ഞാൻ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ പാർട്ട്ണറെ. വാലൻറ്റൈൻസ് ഡേ ഒക്കെ അല്ലേ, അപ്പം നമ്മളിന്ന് എല്ലാ കാര്യങ്ങളും ഒന്നിച്ചാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ രണ്ടുപേർക്കും ഓഫ് ഉള്ളപ്പോൾ നമ്മൾ മിക്കവാറും ഒന്നിച്ച് തന്നെയാണ്. അല്ലെങ്കിൽ ആരെയാണോ ഓഫായിട്ട് വീട്ടിലിരിക്കുന്ന ആൾ വേണം കുക്ക് ചെയ്യാൻ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ ഇപ്പോൾ ഗോതമ്പ് പൊടി എടുത്തു. അപ്പോൾ വെറുതെ ഇങ്ങനെ ഉപ്പും വെള്ളവും ഒഴിച്ച് അങ്ങനെയല്ല, ഒരു മുട്ടയും കൂടെ ആഡ് ചെയ്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. നല്ല സോഫ്റ്റായിട്ടൊക്കെ വരും, പിന്നെ ടേസ്റ്റും നല്ലതായിരിക്കും. ഞാൻ ആവശ്യത്തിന് പൊടിയെടുത്തു. നമുക്ക് ഒരു നേരം കഴിക്കാനുള്ളത് ഞാൻ എടുക്കുന്നുള്ളൂ. ഒത്തിരി ഉണ്ടാക്കിയിട്ട് ഇനി വേസ്റ്റായി പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ ഗോതമ്പ് പൊടി എടുത്തു. ഇനി അതിലോട്ടൊരു മുട്ട പൊട്ടിച്ച് വയ്ക്കണം. ഇപ്പോൾ കുറച്ചത് ആവശ്യത്തിന് ഉപ്പിട്ടു. ഉപ്പിട്ടപ്പോൾ ഞാൻ കൂടിപ്പോയെന്ന് ഓർത്തായിരുന്നു. പക്ഷെ ദോശ ആക്കി കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കൂടിയില്ല, ഓക്കെ ആയിരുന്നു. പിന്നെ ടോബിന് എൻ്റെ ഇങ്ങനെ വീഡിയോയിൽ വരാനൊക്കെ ഭയങ്കര മടിയാണ്. ഞാൻ പിന്നെ നിർബന്ധിച്ച് വലിച്ചു പിടിച്ചുകൊണ്ടൊക്കെ വേണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എൻ്റെ കൂടെ വന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് എന്നോട് വീഡിയോ എടുത്തു തരാമെന്നൊക്കെ പറയും. പക്ഷേ ആൾക്ക് വീഡിയോയിലേക്ക് വരാൻ വേണ്ടി ഭയങ്കര ചമ്മലോ മടിയൊക്കെയാണ്. ഞാൻ പിന്നെ ഇടയ്ക്ക് നിർബന്ധിക്കും, എന്നാലും ഒത്തിരി ഇങ്ങനെ ഫോഴ്സ് ചെയ്തൊന്നുമില്ല. ഇത് നമ്മളൊരു മുട്ട ഒഴിച്ച് പിന്നെ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുവാണ്. പണ്ട് ചെറുപ്പത്തിൽ വീട്ടിൽ ഈ ഗോതമ്പ് ദോശയൊക്കെ ആണെങ്കിൽ ഭയങ്കര മടിയായിരുന്നു. ഇപ്പം നമ്മൾ തന്നെ ജീവിക്കാൻ തുടങ്ങിയപ്പം ഇതിലൊക്കെ തന്നെയാണ് നമ്മുടെ ശരണം. എപ്പോഴും ഞാൻ ഉണ്ടാക്കത്തില്ല, ഒരു
ഇതിപ്പോൾ കുറേ മാസം കൂടി ഒരു 4-5 മാസം കൂടിയിട്ടാണ് തോന്നുന്നു ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത്. കാരണം ഗോതമ്പ് പൊടി ഇല്ലായിരുന്നു. ബാക്കി റവ ഇരിപ്പുണ്ട്, പിന്നെ എന്താ അരിപ്പൊടിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പുട്ടൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കുമായിരുന്നു. ഇതിപ്പോൾ കുറേ നാൾ കൂടിയിട്ടാണ് ഞങ്ങൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത്. പിന്നെ ബീഫ് കറി ഇരിപ്പുണ്ടല്ലോ, സോ അതും കൂടെ നമുക്കൊന്ന് ചൂടാക്കിയാൽ ഇന്നത്തെ കാര്യം, ഒരു നേരത്തെ കാര്യം സെറ്റാവും. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്തു. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? എല്ലാവരുടെയും വാലൻറ്റൈൻസ് ഡേയുടെ പ്ലാൻ എന്തൊക്കെയാണ്? ഗിഫ്റ്റ്സൊക്കെ കിട്ടിയോ? നിങ്ങളെങ്ങനെയാണ് അടിച്ചു പൊളിച്ചത്? ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പം ഞങ്ങളുടെ വാലൻറ്റൈൻസ് ഡേ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. നമുക്ക് വലിയ പരിപാടികളൊന്നും ഇല്ല. അതാ ഞാനപ്പോൾ ബീഫ് കറി ഒന്നും കൂടെ ചൂടാക്കാൻ വെച്ചു. നമ്മുടെ ദോശ ആയിക്കൊണ്ടിരിക്കുന്നു. കുറച്ചും കൂടെ ഒന്ന് വേഗണം, സെറ്റാവണം. അപ്പോഴത്തേക്ക് ഞാൻ ചുമ്മാ അവിടേക്കൊന്ന് തൂത്തിടാമെന്ന് ഓർത്തു. ഇത് നമ്മുടെ മാത്രം കിച്ചണല്ല, നമ്മൾ 3 പേരാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു പോരായ്മകളൊക്കെ ഉണ്ട്. ഓരോരുത്തർ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ അങ്ങ് നീറ്റാക്കി ഇടും, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ടൈം കിട്ടുമ്പോഴും നമ്മൾ മൊത്തത്തിലൊന്ന് തുടച്ചൊക്കെ ഇടും. അങ്ങനെയാണ്. നമ്മുടെ ഫുഡപ്പോൾ സെറ്റായി. ഒരു ഗ്ലാസ് പാലും കൂടെ വെച്ചു. എനിക്ക് വേണ്ട, ആൾക്ക് മാത്രം. കാരണം ഞാൻ ഈ ജോലിക്ക് പോകുമ്പോൾ ഇടയ്ക്ക് ചായയോടെയും കാപ്പിയോടെയൊക്കെ ഇച്ചിരി കൂടുന്നുണ്ട്. അപ്പം ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ പാലും ചായയൊക്കെ അങ്ങനെ ഒഴിവാക്കും. വല്ലപ്പോഴും മാത്രമേ കുടിക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ കഥയൊക്കെ പറഞ്ഞ് ഫുഡെല്ലാം കഴിച്ചു. ഇനി ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാമെന്ന് ഓർത്തു. പ്രത്യേകിച്ചൊന്നും ഇല്ല മേടിക്കാനൊന്നും. നമ്മൾ കഴിഞ്ഞ ദിവസം കടയിൽ പോയിട്ടെല്ലാം മേടിച്ചായിരുന്നു. എന്നാലും വെറുതെ ഇങ്ങനെ ഇരിക്കില്ല, ചുമ്മാ ഒരു ഡ്രൈവ് പോയിട്ട് വരാമെന്നൊക്കെ ഓർത്തു. നമ്മൾ റെഡിയായി ഇറങ്ങുകയാണ്. അപ്പം നല്ല തണുപ്പ്. നമ്മൾ അകത്തിരുന്ന് അറിഞ്ഞതേ ഇല്ല ഇത്രയും ഉണ്ടെന്ന്. പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കിനും 3 ഡിഗ്രി 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷെ മൈനസ് ആ ഒരു ഫീലായിരുന്നു. നല്ല തണുപ്പായിരുന്നു. ഫ്രീസിങ് കോൾഡ് എന്നൊക്കെ പറയത്തില്ല, അതേപോലെ ആയിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു ടോപ്പും ആ ജാക്കറ്റുമാണ് ഇട്ടേക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നല്ലതായിട്ട് തണുക്കാൻ തുടങ്ങി. നമ്മളിതാ വണ്ടിയൊക്കെ എടുത്ത് പതുക്കെ ഇറങ്ങി നേരെ സിറ്റി സെൻറ്ററിലോട്ട് പോകാമെന്ന് ഓർത്തു. വെറുതെ ഒന്ന് അതിലെ കൂടെയൊക്കെ ഒന്ന് നടക്കാം എന്നൊക്കെയുള്ള ഇതിൽ പോയതാ. അപ്പം നമ്മൾ വണ്ടി ആൽദിയുടെ അവിടെ ഇട്ടിട്ട് നമ്മൾ അങ്ങോട്ട് നടക്കുക, സിറ്റി സെൻറ്ററിൻ്റെ അങ്ങോട്ട് നടക്കുവാണ്. അവിടെ എത്തി ചുമ്മാ പ്രൈമാർക്കിൽ കയറി പുതിയ കളക്ഷൻസൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് ഓർത്തു. ഞാൻ 2-3 എടുത്ത് നോക്കി, പക്ഷെ മേടിച്ചില്ല. ഞാനടുത്ത് പിന്നെ വന്നല്ലോ നോക്കാമെന്നൊരു മൂഡ് വന്നില്ല മേടിക്കാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ ഇവിടുത്തെ ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്മോളും എക്സ്ട്രാ സ്മോളും എനിക്ക് വലുതാണ്. അതായത് വണ്ണം ഓക്കെ ആണെങ്കിലും നീളം കൊണ്ട് എനിക്ക് ഭയങ്കര വലുതായിരിക്കും. അത് കാരണം എനിക്ക് ഡ്രസ്സ് എടുക്കുക ഇച്ചിരി പാടാണ് ഇവിടെ. എക്സ്ട്രാ സ്മോളാണ് എനിക്ക് ഫിറ്റ് ആവുന്നത്. പക്ഷെ എന്നാലും ചിലത് ഓക്കെ ആയിരിക്കും, പക്ഷെ ചിലത് പിന്നെയും കുറേയും കൂടി വലുതായിരിക്കും. അതാണ് ഒരു പാടാണ് നമുക്ക് ഡ്രസ്സ് നോക്കിയെടുക്കുക, ജീൻസ് മേടിക്കുക എന്നൊക്കെ ഉള്ളത്. പിന്നെ അവിടെ കുറച്ച് എൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു തന്നു. അങ്ങനെ ഞാൻ ഹാപ്പിയായി. എനിക്ക് ഫോട്ടോസൊക്കെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കതൊക്കെ ഫോട്ടോസ് എടുത്തു തന്നു. പിന്നെ തണുത്ത് മരവിച്ചപ്പോഴത്തേക്കിന് എന്നാൽ പിന്നെ നമുക്ക് പതുക്കെ വിട്ടാലോ എന്നുള്ളൊരു ആലോചനയായി. ഒരു 1/2 മണിക്കൂർ അതുവഴിയൊക്കെ ചുമ്മാ നടന്നു കേട്ടോ. എൻ്റെ കൈയൊക്കെ മരവിച്ചു, തണുത്ത് ഭയങ്കര ഇതാണ്. ഞാൻ പിന്നെ ജാക്കറ്റ് ഫുള്ള് സെറ്റ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല തണുപ്പായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് കണ്ടാൽ അധികം അങ്ങനെ വലിയ തണുപ്പുള്ളതായിട്ട് തോന്നത്തില്ല. പക്ഷേ കൈയൊക്കെ കണ്ടു ചുക്കിച്ചുളിഞ്ഞ് ഭയങ്കര സീനായിപ്പോയി. എനിക്ക് വിരലിൻ്റെ അറ്റമൊക്കെ വേദനിക്കാൻ തുടങ്ങി, അമ്മാതിരി തണുപ്പ്. അപ്പോൾ ഞാനോർക്കും ഈ കാനഡയിലൊക്കെ ഉള്ളവർ ഈ -40 എന്നൊക്കെ പറയുമ്പോൾ എന്തോ ആയിരിക്കും അവിടെ നിന്ന്, പുറത്തുള്ള ഒരു ജീവിതമേ ഇല്ലായിരിക്കുമല്ലോ അവർ. അപ്പം അതേണ്ട എനിക്കൊരു റോസാപ്പൂ ഒക്കെ ആയിട്ട് ഒരാൾ വരുന്നുണ്ട്. നമ്മൾ ഒത്തിരി പൂ മേടിച്ചാൽ നമുക്കത് വെക്കാനുള്ള ഒരു സൗകര്യമൊന്നും ഇല്ലല്ലോ, വെറുതെ എടുത്ത് കളയണ്ടേ. അപ്പം എനിക്കറിയാമായിരുന്നു പൂ മേടിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഒരെണ്ണം വല്ലതും മതി, കുഴപ്പമൊന്നുമില്ലെന്ന്. പിന്നെ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ നേരത്തെ കൊടുത്തായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. നോർത്ത് ഫേസിൻ്റെ ഒരു പാൻസോ അത് ഞാൻ മേടിച്ചു കൊടുത്തു. എനിക്കും നോർത്ത് ഫേസിൻ്റെ ഇത് മേടിച്ചു തന്നു, ഒരു ഫുൾ സ്ലീവ് സംഭവം. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ പെട്രോൾ അടിച്ചു. നമ്മുടെ അസ്തയുടെ അവിടെ പോയിട്ട് പെട്രോൾ അടിച്ചു.
പെട്രോൾ കുറവായിരുന്നു. അത് കഴിഞ്ഞ് ഇതേ റൂമിൽ വന്നു. ഇങ്ങനെ എന്ത് ചെയ്യണം എന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് വിശക്കുന്നൊന്നുമില്ല. നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഫുഡ് കഴിച്ചായിരുന്നു ഉച്ചയ്ക്ക്. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പം പോംഗ്രനേറ്റ് ഇല്ലേ, അതുണ്ടായിരുന്നു, അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കിടന്നങ്ങ് ഉറങ്ങി. സുഖം ഉറക്കമായിരുന്നു. പിന്നെ ഞങ്ങൾ എണീറ്റത് രാത്രിയിലാണ്. ഒരു 10 മണിയായെന്ന് തോന്നുന്നു ഞങ്ങൾ എണീറ്റപ്പോൾ. 10-10:30 അപ്പം ഞങ്ങൾ ഓർത്തു പുറത്തുനിന്ന് ഫുഡ് പിന്നെ പോയി കഴിക്കാനുള്ള ഒരു ഇതില്ല. മിക്ക ഷോപ്പുകളും അടച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു പോയിട്ട് ഫുഡ് മേടിച്ചുകൊണ്ട് വരാമെന്ന്. നമ്മുടെ കെബാബിഷ് ഇല്ലേ, അവിടെ പോയിട്ട് മറ്റേ ഫ്രൈഡ് ചിക്കൻ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മളൊരു ഷാമ്പെയിനൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു ഒന്ന് ഡ്രസ്സ് ചെയ്തൊക്കെ നിൽക്കാം എന്ന് ഓർത്തു, ഒന്ന് സുന്ദരിക്കുട്ടിയായിട്ട് നിൽക്കാമെന്നൊക്കെ ഓർത്ത് ഞാൻ പെട്ടെന്ന് ആളത് മേടിക്കാൻ പോയപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് നിന്നു. അപ്പോൾ വരുമ്പം നമുക്ക് സെറ്റാക്കാമല്ലോ നമ്മുടെ വാലൻറ്റൈൻസ് ഡേ. ഒന്നുമില്ല, നമ്മൾ ഫുഡ് കഴിക്കും, പാട്ട് വയ്ക്കും, പിന്നെ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും, അതൊക്കെ തന്നെ. അപ്പോൾ ഇതൊരു ബ്ലാക്ക് ഡ്രസ്സാണ്. ഇത് ടോബിൻ തന്നെ എനിക്ക് മേടിച്ച് തന്നതാണ്. സോ ഞാൻ അതൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുക. എന്തായാലും ഈ ഒരവസ്ഥയിൽ നമുക്ക് പുറത്ത് ഇതിടാൻ പറ്റത്തില്ല, നമ്മൾ തണുത്ത് ചാവും. സോ ഇപ്പം അതിട്ടു. ഇനി സമ്മർ ആകുമ്പോൾ വേണം നമ്മളെ കയ്യിലിരിക്കുന്ന ഡ്രസ്സൊക്കെ ഇട്ടൊന്ന് പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട്. എന്നാലും നീ കാറ്റടിക്കുമ്പോൾ തണുക്കും, നമുക്ക് ഒട്ടും പറ്റത്തില്ല, ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല ഈ തണുപ്പ് കാലാവസ്ഥയിൽ. ഇതാ ഫുഡൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഫ്രൈഡ് ചിക്കൻ ഞാനിത് എനിക്ക് ഒരു പീസൊക്കെ കഴിക്കുമ്പോൾ തന്നെ എൻ്റെ വയറ് നിറയും. എനിക്ക് ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരിതാണ്. കണ്ടോ, ഭയങ്കര ഫ്രൈസൊക്കെ ലോഡ് ചെയ്ത് കുറേ അനിയൻസും ഒക്കെ ഇട്ടുള്ള ഒരു സെറ്റാണ്. ഒരു 3 പീസ് ചിക്കൻ എന്തോ ആണിത്. 4 പൗണ്ടോ 4.5 പൗണ്ടോ അത്രയൊക്കെ. അപ്പോൾ അതൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പം നമ്മളിനി ഫുഡ് കഴിക്കും. എനിക്കിഷ്ടമായത് കാരണം ഒത്തിരി പൈസയല്ല, പക്ഷെ എപ്പോഴും കഴിക്കുന്നതും അത്ര ഹെൽത്തി അല്ല. കാരണം ഫ്രൈഡ് ചിക്കൻ അല്ലേ, എത്രയാണെന്ന് പറഞ്ഞാൽ ഇത് ഒട്ടും ഹെൽത്തി അല്ല. പിന്നെ നമ്മൾക്ക് ഇനി കുക്ക് ചെയ്യണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മളങ്ങ് മേടിച്ച് കഴിക്കും. ഇങ്ങനെയൊക്കെ പോയി ഞങ്ങളുടെ ഈ വർഷത്തെ വാലൻറ്റൈൻസ് ഡേ. നിങ്ങളും എല്ലാവരും അടിച്ചു പൊളിച്ചു എന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പം അത്രയേ ഉള്ളൂ. ബൈ ബൈ.